കേരള NGO യൂണിയന്റെ 62ാം സംസ്ഥാന സമ്മേളനം 25, 26, 27 തീയതികളിൽ ആലപ്പുഴ കാമലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ 25-ന് ഉദ്ഘാടനം നിർവഹിക്കും. 948 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേരള NGO യൂണിയന്റെ 62ാമത് സംസ്ഥാന സമ്മേളനം 25, 26, 27 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും. സംസ്ഥാന സമ്മേളനം 25-ന് വൈകിട്ട് 3:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ 62 വർഷത്തെ ചരിത്രത്തിൽ ഇത് 5ാം തവണയാണ് ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനത്തിന് വേദി ഒരുങ്ങുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യൂണിയൻ രൂപീകൃതമായതിനു ശേഷം ഏറ്റവും അവസാനം ആലപ്പുഴയിൽ വെച്ച് സമ്മേളനം നടന്നത് 2005-ലാണ്. മൊത്തത്തിൽ 62 വർഷം പിന്നിട്ട സംഘടനയുടെ സമ്മേളനങ്ങളിൽ 5 സമ്മേളനമാണ് ഇതുവരെ ആലപ്പുഴയ്ക്ക് ആതിഥേയത്വം വഹിക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. ഈ സമ്മേളനത്തിൽ ഏതാണ്ട് മൊത്തത്തിൽ 304 വനിതകൾ ഉൾപ്പെടെ 948 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. 25-ാം തീയതി രാവിലെ സംഘടനയുടെ കൗൺസിലും അതിനുശേഷമാണ് ഉച്ചകഴിഞ്ഞ് 3:30 മണിക്ക് സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത്. തുടർന്ന് ഓരോ ദിവസക്കാലവും വ്യത്യസ്തങ്ങളായ വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട സെമിനാറുകളും സമ്മേളനങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമായി നടക്കുകയാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കെടുത്തുകൊണ്ട് തന്നെ ഈ കാലവർഷത്തിന്റെ വരവും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് തന്നെ പ്രകടനം ഒഴിവാക്കിയിട്ടുണ്ട്. പ്രകടനം പൊതുസമ്മേളനമില്ല, മറിച്ച് ബിസിനസ് സമ്മേളനങ്ങളും സെമിനാറുകളുമാണ് നടക്കുന്നത്. 1,63,215 അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 304 വനിതകൾ ഉൾപ്പെടെ 948 പ്രതിനിധികളാണ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. NGO യൂണിയന് സംസ്ഥാനത്താകെ 15 ജില്ലാ കമ്മിറ്റികളും 143 ഏരിയ കമ്മിറ്റികളും 990 യൂണിറ്റ് കമ്മിറ്റികളുമാണ് ഉള്ളത്. 26-ന് രാവിലെ സുഹൃത്ത് സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് CS സുജാത ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നവകേരള നിർമ്മാണത്തിൽ സിവിൽ സർവീസിനുള്ള പങ്ക് എന്ന വിഷയത്തിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പ്രഭാഷണം നടത്തും. 4:30-ന് ദേശീയതയുടെ വർത്തമാനം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഡോക്ടർ സുനിൽ P. ഇളയടം, MM ഷിനാസ് എന്നിവർ പങ്കെടുക്കും. 27-ന് രാവിലെ 8:45-ന് ധനകാര്യ ഫെഡറലിസവും സിവിൽ സർവീസും എന്ന വിഷയത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 2:30-ന് ലിംഗനീതി, തുല്യത, വികസനം എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന വനിതാ സെമിനാർ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് U. വാസുകി ഉദ്ഘാടനം ചെയ്യും. R. പാർവതി ദേവി, ഗായത്രി വർഷ എന്നിവർ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടേറെ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകൾ, ജീവനക്കാരുടെ കുടുംബസംഗമം, മുൻകാല നേതാക്കളുടെ സംഗമം, ജീവനക്കാർക്കായി ക്രിക്കറ്റ് മത്സരം, കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം എന്നിവയാണ് നടത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ സുതാര്യമായും ആയാസരഹിതമായും സമയബന്ധിതമായും ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സ്മാർട്ട് പദ്ധതിയുടെ നിർവഹണം ഫലപ്രദമാക്കാൻ ബന്ധപ്പെട്ട ജീവനക്കാർക്ക് പരിശീലനം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി തുടക്കം കുറിച്ചുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനതല പരിശീലന പരിപാടി ഏപ്രിൽ 5-ന് കായംകുളത്ത് സംഘടിപ്പിച്ചിരുന്നു. പരിശീലനത്തിന് IKM ചീഫ് മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ M. സന്തോഷ് ബാബു നേതൃത്വം നൽകി. തുടർന്നും പരിശീലനം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ PP ചിത്തരഞ്ജൻ MLA, കേരള NGO യൂണിയൻ ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ, പ്രസിഡന്റ് MV ശശിധരൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ B. സന്തോഷ് എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.